എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 കവിതകളാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായി 2 കവിതകൾ പഠിച്ചതുകൊണ്ട് ഇന്ന് നമ്മൾ വേറൊരു മൊഡ്യൂളിലുള്ള ഒരു പാഠഭാഗം നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. കവിതകളുടെ മൊഡ്യൂളിൽ നിന്ന് നമ്മളൊരു ചെറിയ മാറ്റം വരുത്തി ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആത്മകഥ ജീവചരിത്രം എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആത്മകഥ ജീവചരിത്രം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയുമായിരിക്കാം. ഒരാൾ അയാളുടെ തന്നെ ജീവിത കഥ എഴുതുന്നതിനെയാണ് ആത്മകഥ എന്ന് പറയുന്നത്. ഒരു വ്യക്തി മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ ജീവചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായും 3 കൃതികളിൽ നിന്നുള്ള 3 ഭാഗങ്ങളാണുള്ളത് അതിനകത്ത് പഠിക്കാനുള്ളത്. അതിൽ ആത്മകഥാപരമായ ഒരു ലേഖനം ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഒ വി വിജയൻ്റെ ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് എന്ന ലേഖനമാണ് നമ്മളിന്ന് എന്ന ആത്മകഥാപരമായ കുറിപ്പാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒ വി വിജയൻ ഒരു ലേഖകൻ എന്നതിനേക്കാൾ ഉപരി ഗദ്യസാഹിത്യത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ നോവലിസ്റ്റ് എന്ന നിലയിലും ഏറ്റവും പ്രശസ്തരായ ചെറുകഥാകൃത്തുക്കളിൽ ഒരാളും എന്ന നിലയിലും ഒക്കെയാണ്. അങ്ങനെ കേവലം ഒരു നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് എന്ന രീതിയിൽ മാത്രം ചുരുക്കിക്കാണാവുന്ന ഒരു വ്യക്തിത്വം അല്ല വിജയൻ്റേത് എന്നത് വേറെ ഒരു കാര്യം. കാരണം അദ്ദേഹം അധ്യാപകനായിരുന്നു, അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു, കാർട്ടൂണിസ്റ്റായിരുന്നു, ചെറുകഥാകൃത്തായിരുന്നു, നോവലിസ്റ്റായിരുന്നു, ഈ പറഞ്ഞ പോലെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ സാംസ്കാരിക രംഗത്ത് ഒരു നിറഞ്ഞു നിന്ന സർവതോമുഖമായ ഒരു വ്യക്തിത്വമായിരുന്നു ഒ വി വിജയൻ്റേത്. അദ്ദേഹത്തിൻ്റെ ജനനം പാലക്കാട് ജില്ലയിലെ വിളയൻ ചാത്തന്നൂരിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, മലബാർ സ്പെഷ്യൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ബാല്യകാലം വിദ്യാഭ്യാസകാലമൊക്കെ പല സ്ഥലങ്ങളിലായിട്ടാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അദ്ദേഹം ജീവിച്ചു തീർത്തത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഉള്ള കോട്ടയ്ക്കലും ആ പരിസരവുമായിട്ട് അവിടുത്തെ MSP മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ഓഫീസും അതിൻ്റെ ക്വാർട്ടേഴ്സിലൊക്കെയാണ് അദ്ദേഹം ദീർഘകാലം താമസിച്ചിട്ടതും പഠിച്ചിട്ടുള്ളതുമൊക്കെ. അങ്ങനെ വിദ്യാഭ്യാസാനന്തരം പല തൊഴിലുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം അധ്യാപകനായിട്ടാണ് ആദ്യകാലത്ത് തുടക്കം കുറിച്ചത്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനായിരുന്നു. അതിനുശേഷം തഞ്ചാവൂരിൽ കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് തൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അധ്യാപനമല്ല, യഥാർത്ഥത്തിൽ അധ്യാപനത്തിൽ അല്ല ഞാൻ തുടരേണ്ടത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തെ തുടർന്നാണ് അദ്ദേഹം പിന്നീട് പത്രപ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ പത്രപ്രവർത്തനത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വളരെ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു, നന്നായി കാർട്ടൂണുകൾ വരയ്ക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ വളരെ പോപ്പുലറായിട്ടുള്ള വീക്കിലി ആയിരുന്ന ശങ്കേഴ്സ് വീക്കിലിയിൽ കാർട്ടൂണിസ്റ്റായി. അതുപോലെ പാട്രിയറ്റ് ദിനപത്രത്തിൽ അദ്ദേഹം കാർട്ടൂണിസ്റ്റായിരുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം പോയത് ഒരു കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ പരിധിക്കുള്ളിൽ നിൽക്കാതെ കുറേ കൂടി ഒരു
ദേശീയ മാധ്യമപ്രവർത്തന രംഗത്തേക്കാണ് അദ്ദേഹം പോയത്. ആ കാലത്ത് പിന്നീട് ദില്ലിയിൽ പോയി ഉള്ള ദില്ലിയിലെ ജീവിതം, ആ ഡൽഹി ജീവിതം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. കുറെ കൂടി വിശാലമായിട്ടുള്ളൊരു ലോകവീക്ഷണത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിൻ്റെ ഡൽഹി ജീവിതവും ഈ പത്രപ്രവർത്തന ജീവിതമൊക്കെ വളരെയധികം സഹായിച്ചു. അദ്ദേഹം മാതൃഭൂമിയിലും ഉൾപ്പെടെ കേരളത്തിലെ പ്രസിദ്ധീകരണങ്ങളിൽ ഉൾപ്പെടെ പല പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹം കാർട്ടൂൺ വരച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ ശങ്കേഴ്സ് വീക്ക്ലിയിൽ നിന്നും പാട്രിയറ്റിൽ നിന്നുമൊക്കെ വിട്ടതിന് ശേഷം ഒരു സ്വതന്ത്ര പത്രപ്രവർത്തന, ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം എന്ന പേരിൽ അദ്ദേഹം വരച്ചിട്ടുള്ള കാർട്ടൂണുകൾ വളരെ പ്രസിദ്ധമാണ്, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അത് ഒരു വളരെ ഉരുക്കുമുഷ്ടിയോടുകൂടി ഭരണകൂടങ്ങൾ പലപ്പോഴും നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ വരച്ചും എഴുതിയും ഒക്കെ പ്രതിഷേധിച്ച ഒരു പാരമ്പര്യമുള്ള, ഒരുപക്ഷെ അന്ന് പലരും ധൈര്യപ്പെടാതിരുന്ന തരത്തിൽ ഇത്തരം രാജ്യത്തൊരു എമർജൻസി, ഒരു അടിയന്തരാവസ്ഥ, ഈ ഭരണഘടനയിലെ തന്നെ ഒരു വകുപ്പ് ഉപയോഗിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമൊക്കെ വിജയനുണ്ട്. ആ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് നോവൽ എഴുതുക വരെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം, അദ്ദേഹത്തിൻ്റെ നോവലുകളെക്കുറിച്ച് പറയുമ്പോൾ വരാം. എന്തായാലും അങ്ങനെ നിന്ന ഒരു ആള് അതോടൊപ്പം തൻ്റെ ശക്തമായ സാഹിത്യ പ്രവർത്തനം അതോടൊപ്പം അദ്ദേഹം നടത്തി. മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ നോവൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് കിട്ടുന്ന ഒരു ഉത്തരം തീർച്ചയായിട്ടും ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലാണ്. മലയാള നോവൽ സാഹിത്യത്തെ 2 ഘട്ടങ്ങളായി പകുത്ത് മാറ്റിയാൽ അത് ഖസാക്കിന് മുൻപും ഖസാക്കിന് ശേഷവും എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന OV വിജയൻ്റെ നോവൽ. ഈ നോവല് ഒരുപാട് നിരൂപക ശ്രദ്ധ പിടിച്ചു പറ്റിയ നോവലാണ്, ഒരുപാട് വായിക്കപ്പെട്ട നോവലാണ്, ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള നോവലാണ്. അങ്ങനെ ഖസാക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഭാഷയാണ്. മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള നിരൂപകൻ VC ശ്രീജൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഭാഷയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഖസാക്കിലെ ഭാഷയ്ക്ക് മീതെ പിന്നീട് മലയാളം പറന്നിട്ടില്ല എന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. കാരണം അതിനെ വെല്ലാവുന്ന ഭാഷാ നൈപുണി പിന്നീട് ഒരു സാഹിത്യകാരനിലും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു ഗദ്യം മലയാളത്തിലുണ്ടായിട്ടില്ല എന്നൊക്കെ ഉള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PK രാജശേഖരനെ പോലെയുള്ള ആളുകൾ, ആഷാ മേനോനെ പോലെയുള്ള ആളുകളൊക്കെ ഈ OV വിജയൻ്റെ കൃതികളെക്കുറിച്ച് ധാരാളമായി പഠിച്ചിട്ടുള്ള ആളുകളാണ്. മലയാളത്തിൽ ആഷാ മേനോൻ എന്ന എഴുത്തുകാരനാണ് ഈ OV വിജയൻ്റെ ഖസാക്ക് എന്ന ഇതിഹാസത്തിനെ ജനങ്ങളിലേക്ക് ആദ്യമായി കൂടുതലായിട്ട് എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ. ഒരുപക്ഷെ പുറത്തിറങ്ങിയ ഒരു കാലത്ത് അത്രമേൽ സ്വീകരിക്കപ്പെടാതെ പോയ ഒരു പുസ്തകമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. എന്നാൽ പിന്നീട് അത് ധാരാളമായി വായിക്കപ്പെടുകയും നിരൂപക പ്രശംസയും വായനക്കാരുടെ പ്രശംസയും ഉൾപ്പെടെ ഏറ്റുവാങ്ങുകയും ചെയ്തു. അപ്പോൾ പാലക്കാട് ഉള്ള തസ്രാക്ക് എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കൽ തൻ്റെ സഹോദരി അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ പോകാനിടവന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കണ്ട ചില കാഴ്ചകളുണ്ട്. ഈ തസ്രാക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഖസാക്ക് എന്ന് പറയുന്ന സ്ഥലമായി നോവലിൽ രൂപാന്തരപ്പെടുന്നത്. അവിടെ കണ്ടിട്ടുള്ള ഈ പള്ളി, ചെതലിമല, കുളങ്ങൾ, കൂമൻകാവ് തുടങ്ങി, ഞാറ്റുപുര തുടങ്ങി ഖസാക്കിൻ്റെ ഒരു പ്രകൃതി ഭംഗി, ആ ഖസാക്കിലെ പകുതി തമിഴും മലയാളവും കൂട്ടിക്കലർത്തി സംസാരിക്കുന്ന മനുഷ്യരുടെ, അവിടുത്തെ റാവുത്താന്മാരുടെ, അവിടുത്തെ ശിവരാമൻ നായർ ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യരുടെ, മൈമൂനയുടെ, അപ്പുക്കിളിയുടെ, അവിടേക്ക് ഈ മനുഷ്യരുടെ ഇടയിലേക്ക് പുറമെ നിന്ന് വന്നിറങ്ങുന്ന രവി എന്ന കഥാപാത്രം അവിടെ കുറച്ചു കാലം ജീവിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഖസാക്ക് എന്ന് പറയുന്ന നോവലിലുള്ളത്.
പക്ഷെ ആ നോവൽ മലയാള സാഹിത്യത്തിലെ ഒരു വളരെ നിർണായകമായ ഒരു സാന്നിധ്യമായി പിന്നീട് മാറുകയുണ്ട്. അത് നമ്മൾ ആ നോവലിനെ കുറിച്ച് പറഞ്ഞു പോയാൽ ഒരുപാട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഖസാക്കിനെ കുറിച്ചുള്ളൊരു ചർച്ചയായിട്ട് മാറും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്രയെങ്കിലും അടിസ്ഥാനപരമായി ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പുസ്തകത്തെപ്പറ്റി മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട്. OV വിജയൻ കൃതികളെക്കുറിച്ച് PK രാജശേഖരൻ അദ്ദേഹം വിശദമായി വിശേഷിച്ച് ഖസാക്ക് എന്ന പുസ്തകത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം പിതൃഘടികാരം എന്ന പുസ്തകം ഒക്കെ നിരൂപണ ഗ്രന്ഥം ഒക്കെ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന അദ്ദേഹം 2005 നമ്മളെ വിട്ടുപോയെങ്കിലും OV വിജയൻ നമ്മെ വിട്ടുപോയെങ്കിലും ഇപ്പോഴും നിരന്തരമായി നമ്മുടെ സാഹിത്യ ചർച്ചകളിൽ ഉയർന്നു വരുന്ന ഒന്നാണ് ഖസാക്കിൻ്റെ ഇതിഹാസവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള നോവലുകളും. ഓരോ നോവലിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിലുണ്ടായ മാറ്റങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളിലും തുടർച്ചയായി പരിണാമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ നിന്ന് വന്ന തീക്ഷ്ണമായൊരു ഭാഷയിൽ നിന്ന്, വളരെ വിപ്ലവാത്മകമെന്ന് തോന്നുന്ന ഭാഷയിൽ നിന്ന് പിന്നീട് ഓരോ നോവലിലേക്ക് മാറുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും കാഴ്ചപ്പാടുകളുടെ സ്വഭാവമൊക്കെ മാറുകയാണ്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷം അദ്ദേഹം ധർമ്മപുരാണം എഴുതുമ്പോൾ ധർമ്മപുരാണം വളരെ പൊളിറ്റിക്കലായൊരു നോവലാണ്. വളരെ വിവാദമാണ് ആ നോവലിൻ്റെ പരാമർശം തന്നെ. പിന്നെ രാഷ്ട്രപതിക്ക് തൂറാൻ മുട്ടി എന്ന് പറഞ്ഞൊരു വാചകം കൊണ്ടാണ് ആ നോവൽ ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് അത് രാഷ്ട്രപതി എന്നുള്ളത് മാറ്റി അദ്ദേഹം പ്രജാപതി എന്നാക്കി മാറ്റി. അപ്പോൾ അതിൽ പറയുന്നത് ഈ മുകളിൽ നിന്ന് ഒരാൾ ഒരു തീരുമാനം എടുക്കുന്നു, അത് അയാളുടെ മലമായിട്ട് സങ്കല്പിക്കുകയും ആ മലം പിന്നീട് അതിന് താഴെയുള്ള പ്രധാനമന്ത്രിമാർ ചുമക്കുന്നു, അതിന് താഴെയുള്ള മന്ത്രിമാർ ചുമക്കുന്നു, അങ്ങനെ സ്റ്റേറ്റുകളിലേക്ക് ചുമക്കുന്നു. അങ്ങനെ ഈ മലം ചുമന്ന് നടക്കുന്ന ഈ വേസ്റ്റ്, ഈ മാലിന്യം ചുമന്ന് നടക്കേണ്ടുന്ന ഒന്നായി ഇന്ത്യൻ ജനാധിപത്യം അധപ്പതിച്ചു എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം ആ നോവലിനെ കൊണ്ടുവരികയുണ്ട്. അത് ധാരാളം വിമർശനത്തിൻ്റെ കൂരമ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു നോവലാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹം പതിയെ ഈ വിപ്ലവാത്മകതയൊക്കെ വിട്ട് ജീവിതത്തിൽ ഇത്തരം കടുത്ത വിപ്ലവങ്ങൾ കൊണ്ട് ഒന്നും നേടാനില്ലെന്നും ആത്യന്തികമായി ജീവിതത്തിലെ ശാന്തി നിലനിൽക്കുന്നത് ആത്മീയതയിലാണെന്നും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ തന്നെ വന്നിട്ടുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് വന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതിന് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള ഗുരുസാഗരം എന്ന് പറയുന്ന പ്രശസ്തമായ നോവൽ ഒരു ഗുരു സാന്നിധ്യം സമ്പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ്. അത് മുഴുവൻ ഒരു ആത്മീയധാരയിലൂടെയാണ് ആ പുസ്തകം തന്നെ പുരോഗമിക്കുന്നത്. അതിൽ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള കുഞ്ഞുണ്ണിയുടെ ജീവിതം, അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾക്കൊടുവിൽ അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കഥയാണത്. പിരിഞ്ഞ് ജീവിക്കുന്ന ഭാര്യയും മക്കളും കൽക്കത്തയിലാവുകയും കുഞ്ഞുണ്ണി അവരെ പിരിഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്ന കുഞ്ഞുണ്ണി എന്ന പത്രപ്രവർത്തകൻ്റെ, മലയാളിയായ പത്രപ്രവർത്തകൻ്റെ, ദില്ലിയിൽ ജീവിക്കുന്ന പത്രപ്രവർത്തകൻ്റെ ഒരു അനുഭവമായിട്ടാണ് ഗുരുസാഗരം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ വളരെ തെളിഞ്ഞ സ്ഫടികജലം പോലുള്ള ജീവിത ദർശനങ്ങളുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു നല്ല തെളിഞ്ഞ ആത്മീയധാര ഒഴുകി വരും പോലെയുള്ളൊരു സുഖാനുഭവമാണ് ഗുരുസാഗരം എന്ന പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകി വരുന്നത്. ഖസാക്ക് പലപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗുരുസാഗരവും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ ധാരാളം പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ വെച്ച് കെട്ടാവുന്ന ഒരു മരുന്നായി ആത്മീയതയ്ക്ക് മാറാൻ സാധിക്കും. അങ്ങനെ മുറിവുകളെ ഉണക്കുന്ന ഒരു ഔഷധമായി ആത്മീയധാരയ്ക്ക് മാറാൻ സാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് അതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഖസാക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള ഭാഷയുടെ അത്ഭുതങ്ങൾ വേറെയാണ്. അപ്പോൾ ഞാൻ ഖസാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഗദ്യം നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രംഗം, ഇപ്പം മുങ്ങാങ്കോഴി എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ കിണറിൽ ചാടി കിണറ്റിൽ നിന്ന് ഈ സാധനങ്ങൾ പൊക്കിയെടുക്കുന്ന ഒരു ജോലിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിണറ്റിലേക്ക് ഒരിക്കൽ ചാടി അയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ
ഈ ജലത്തിലേക്ക് താണ് പോകുമ്പോൾ മുങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു വരി പറയുന്നുണ്ട്. ഈ ജലത്തിൻ്റെ വില്ലീസ് പടുതകളിലൂടെ അയാൾ തന്നെ കൈനീട്ടി വിളിച്ച പ്രജ്ഞയുടെ നേർക്ക് പോകുമ്പോൾ പുറകിൽ ചില്ലുവാതിലുകൾ ഒന്നൊന്നായി അടഞ്ഞു എന്ന് പറയുന്ന അതിമനോഹരമായ ഭാഷ കൊണ്ട് സാധിക്കാവുന്ന ഏറ്റവും വലിയ ഇന്ദ്രജാലം അദ്ദേഹം ഖസാക്കിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരാൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ പുറകിൽ ജലത്തിൻ്റെ ചില്ലുവാതിലുകൾ ഓരോന്നായി അടയുക എന്ന് പറയുന്ന പോലത്തെയൊക്കെ മനോഹരമായിട്ടുള്ള കുട്ടാടൻ പൂശാരി ഈ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ നുരപ്പൻ കഴിച്ചിട്ട് പൂശാരിയുടെ ആളുകളും കള്ള് കുടിക്കുക. അപ്പോൾ അതിലെന്തോ ഒരു വിഷാംശമുണ്ട്. അപ്പോൾ അത് കുടിക്കുമ്പോൾ വയറ് കിടന്ന് മറയുന്നതിന് എഴുതുന്നുണ്ട്. ഇപ്പോൾ ഭഗവതി ഒരു കടകോലിട്ട് അയാളുടെ വയറ് കടയുകയാണ് എന്നൊക്കെ തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഭാഷാപ്രയോഗങ്ങൾ കൊണ്ട് ഒരു സമ്പന്നമായ ഭാഷാപ്രയോഗങ്ങളുടെ ഒരു നിറവ് അനുഭവിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഖസാക്ക്. അതിനുശേഷം ഗുരുസാഗരം വന്നപ്പോഴൊക്കെ ഗുരുസാഗരത്തിലും ഈ കരുണയുടെ ഉറവ പൊട്ടി വരുന്ന കരുണയുടെ ഒരു വലിയ ഒഴുക്കുണ്ട് എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഗുരുസാഗരത്തിൽ പറയുന്ന ചില ഉണ്ട്, ഈ മരിക്കാൻ എന്തിനാണ് കാശ് എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കുട്ടി ചോദിക്കുന്ന സംശയങ്ങളായിട്ട് ഉയരുന്നുണ്ട്. ഇടത്ത് കെട്ടിയാലും വലത്ത് കെട്ടിയാലും എപ്പോഴും വലത്ത് നിൽക്കുന്ന പോത്തിന് തന്നെ തല്ല്. അപ്പോൾ അതിൻ്റെ കർമ്മഫലമാണ്. ആ കർമ്മഫലം അനുഭവിക്കാൻ അതിനെ എന്നും വലത്ത് ഭാഗത്ത് വന്നു നിന്നേ പറ്റൂ എന്നൊക്കെ തരത്തിലുള്ള കർമ്മസിദ്ധാന്തമൊക്കെ ഉണ്ട്. ഭാരതീയ കർമ്മസിദ്ധാന്തം പാരമ്പര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഗുരുസാഗരം എന്ന് പറയുന്നത്. അതൊരു പട്ടാളക്കാരൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. അതിലൊരു സന്യാസി പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഇദ്ദേഹം പത്രപ്രവർത്തകനാണ്. പിന്നീട് അദ്ദേഹം സന്യാസിയായിട്ട് മാറുന്നു. കുഞ്ഞുണ്ണിയുടെ ഭാര്യയും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു കഥയാണ്. ഒരു ഇന്ത്യൻ നോവൽ എന്ന നിലയിൽ വായിക്കാവുന്ന ഒന്നാണ്. അത് കൽക്കത്തയും ദില്ലിയും കേരളവും ഒക്കെ ഒരേ സമയം പശ്ചാത്തലമായിട്ട് വരുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഈ ഖസാക്ക് കേവലം ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയായിട്ട്, ഖസാക്ക് എന്ന് പറയുന്നൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് പറയുകയാണെങ്കിൽ ഗുരുസാഗരമൊക്കെ വേറൊരു വലിയ പശ്ചാത്തലത്തിലേക്ക് മാറുകയാണ്. ഗുരുസാഗരത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു വലിയ പശ്ചാത്തലത്തിലേക്ക് നോവൽ മാറുന്നതായി നമുക്ക് കാണാം. ധർമ്മപുരാണമാണെങ്കിലും ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള, ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുക. അത് പൊളിറ്റിക്കലാണത്. അപ്പോൾ ഈ ഗുരുസാഗരം എന്നൊരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റാണ്, വഴിത്തിരിവാണ് ഒ.വൈ. വിജയൻ്റെ എഴുത്ത് ജീവിതത്തിലെ. ഈ ഗുരുസാഗരത്തിന് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ഈ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ അതിനുശേഷം വന്ന മധുരം ഗായതി എന്ന് പറയുന്ന അതിമനോഹരമായ പുസ്തകം, ഇതേപോലെ ഒരു ആത്മീയധാരയാണ്. തലമുറകൾ എന്ന് പറയുന്ന പുസ്തകം, ഇതിലെല്ലാം ഈ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് അതിൽ നിന്ന് വഴുതി മാറി പിന്നീട് ആത്മീയധാരയിലേക്ക് പ്രവേശിച്ച ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഈ പരിണാമം അദ്ദേഹത്തിൻ്റെ കൃതികളിലും ഉണ്ട്. ഇതുപോലെ എല്ലാ നോവലുകളും ആ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട നോവലുകളാണ്, പ്രസിദ്ധങ്ങളാണ്. ഇതേപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നിൽക്കാവുന്ന ഒരു ചെറുകഥാകൃത്ത് കൂടിയാണ് വിജയൻ എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ കടൽ തീരത്ത് എന്ന ഒറ്റ കഥ മതി ഒ.വി. വിജയൻ എന്ന എഴുത്തുകാരനെ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്താൻ. വെള്ളായിയപ്പൻ എന്ന പറയുന്ന മനുഷ്യൻ പാലക്കാട്ട് നിന്ന് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന തൻ്റെ മകൻ ശിക്ഷ അനുഭവിക്കുകയാണ് കണ്ണൂർ ജയിലിൽ. അപ്പോൾ കണ്ണൂർ ജയിലിലേക്ക് വധശിക്ഷ കാത്തു കിടക്കുന്ന മകനെ കാണാൻ വേണ്ടി വെള്ളായിയപ്പൻ പാലക്കാട്ട് നിന്ന് തീവണ്ടിയിൽ പുറപ്പെട്ടു പോകുന്നതാണ് കടൽ തീരത്തെന്ന കഥയുടെ പശ്ചാത്തലം. അത് വായിച്ചു തീരുമ്പോൾ ഏതൊരാളുടെയും കണ്ണ് ഒന്ന് ചെറുതായി നനയാതെ, ഒരു നനവ് പടർത്താതെ അത് പൂർണ്ണമായും വായിച്ചു തീർക്കാനാവില്ല. അമ്മ, അയാളുടെ ഭാര്യ, വെള്ളായപ്പൻ്റെ ഭാര്യ കെട്ടിപ്പൊതിഞ്ഞു കൊടുത്ത ഒരു പിടി ചോറും കൊണ്ട് അവസാനമായിട്ട് മകന് ചോറ് കൊടുക്കാൻ വേണ്ടി ഒരു പൊതിച്ചോറുമായിട്ടാണ് പാലക്കാട്ട് നിന്ന് കണ്ണൂരേക്ക് വണ്ടി കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്ന ആളുകളെല്ലാം അയാളോട് സങ്കടം പറയുന്നതും തീവണ്ടി ഓഫീസിൽ, അപ്പോൾ അയാളുടെ ഒരു ഏകാന്തതയുണ്ട്. ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുമ്പോഴുള്ള ഏകാന്തത. അങ്ങനെ അദ്ദേഹം കണ്ണൂരെത്തുന്നതും
ജയിലിനകത്ത് കയറുമ്പോൾ മകൻ തന്നെ രക്ഷിക്കണം, അപ്പ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കമ്പി വഴിയിലൂടെ കൈയിട്ടിട്ട് ഭ്രാന്തനെ പോലെ കരയുക. അപ്പ എന്നെ എങ്ങനെയെങ്കിലും അപ്പ രക്ഷിക്കും, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുക. നിസ്സഹായനായി വെള്ളായപ്പൻ പുറത്ത് കിടക്കും. അങ്ങനെ മകൻ്റെ വധശിക്ഷ നടപ്പാക്കും. അപ്പോൾ ഈ പൊതിച്ചോറ് മകന് കൊടുക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അവന് ചോറിൻ്റെ ആവശ്യമല്ലായിരുന്നു. അപ്പോൾ ഈ മകനെ തൂക്കിലേറ്റി താഴെ തട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഈ പൊതിച്ചോറും കൊണ്ട് കടൽ തീരത്തേക്ക് പോവുകയാണ് ഈ അച്ഛൻ. എന്നിട്ട് അവിടെ വിതറുക. അപ്പോൾ കാക്കകൾ വന്ന ആ ചോറ് കൊത്തിത്തിന്നെ, മകന് കൊടുക്കേണ്ടുന്ന ആ ചോറ് കാക്കകൾ വന്ന് കൊത്തിത്തിന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വൈകാരികമായ കഥാമുഹൂർത്തങ്ങളുള്ളത്. കടൽ തീരത്തൊക്കെ ഒരു മലയാള സാഹിത്യം വായിച്ചിട്ടുള്ള ഒരാൾ നിർബന്ധമായിട്ടും വായിക്കേണ്ടുന്ന ഒരു ചെറുകഥയാണ്. അത്രമാത്രം പ്രശസ്തവുമാണ്, അത്രമാത്രം ആ പ്രശസ്തിയോളം തന്നെ ഉൾക്കാമ്പുള്ള ഒരു കഥയുമാണത്. അതോടൊപ്പം ധാരാളം കഥകൾ, ഇപ്പോൾ ചെങ്ങന്നൂർ വണ്ടി എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ എഴുതിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിമർശനമൊക്കെ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കഥയാണ്. വീണ്ടും കടൽ തീരത്ത് എന്ന കഥ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ മറ്റൊരു കഥയാണ്. കാറ്റു പറഞ്ഞ കഥ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കഥ. അങ്ങനെ ഈ കഥകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദർശനവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിജയനെ പറ്റി പറഞ്ഞു പോയാൽ അങ്ങനെ നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അത്രമാത്രം പറയാനുണ്ട്. മലയാള സാഹിത്യത്തിൽ നിന്ന്, മലയാള സാഹിത്യ രംഗത്തിന് കനത്ത നല്ല ഉറപ്പുള്ള ഭാവനാസമ്പന്നമായ നാളേക്ക് ഈടുവെക്കാവുന്ന കൃതികൾ സംഭാവന ചെയ്തിട്ടുള്ളൊരു എഴുത്തുകാരനാണ് വിജയൻ. ആ ഒ.വി. വിജയൻ്റെ ഈ ഊട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന ഈ ഒ.വി. വിജയൻ്റെ ഒരു ആത്മകഥാപരമായ കുറിപ്പാണ് നമുക്ക് പഠിക്കാനായി തന്നിട്ടുള്ളത്. ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മ എന്നാണ് ആ ആത്മകഥയുടെ പേര്, ആത്മകഥാഭാഗത്തിൻ്റെ പേര്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ടൈറ്റിലിനെ പറ്റി ഒന്ന് ആലോചിക്കാം. ഈ ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മ എന്നും പറഞ്ഞ്, സിന്ദൂരപ്പൊട്ടിൻ്റെ ആ ചുവപ്പ് നിറം ഈ പാഠഭാഗവുമായിട്ട് ബന്ധമുണ്ട്. അത് ഈ ചുവപ്പ് വിപ്ലവത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. അത് ഈ ലോകത്തെമ്പാടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈ കൊടിയുടെ നിറം ചുവപ്പാണ്. അപ്പോൾ ഇത് ചരിത്രമാണ്. ഈ 1957 കേരളത്തിൽ ആദ്യമായി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട സമയത്ത് ഇവിടെ രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു. 1957 ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ആ വർഷം ബാലറ്റിലൂടെ കേരളത്തിൽ ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. അപ്പോൾ അക്കാലത്ത് 50കളിൽ 60കളിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു കാലമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ആന്ധ്രയിലും ബീഹാറിലും പഞ്ചാബിലും വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നിറയെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നൊരു കാലമാണ്. പിന്നെയാണത് പതുക്കെ കുറഞ്ഞ് വന്നത്. പല സ്റ്റേറ്റുകളിൽ നിന്ന് പിൻവാങ്ങി ചില ഭാഗങ്ങളിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചതൊക്കെ പിന്നെയാണ്. 1957 ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയായി വന്നത് E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട് ആണ്. ഏലംകുളത്ത് മനയിലെ E.M. ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇവിടെ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് വന്നത്. ആ മന്ത്രിസഭയിൽ ഗൗരിയമ്മ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഒരു 100 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അസുഖബാധിതയായിട്ടോ ആസ്പത്രിയിലാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 57 ആ ഭരണകൂടം കേരളത്തിൽ വരുമ്പോൾ അത് അക്കാലത്ത് ഈ കേരളത്തിലും ഒക്കെയുള്ള ഇന്ത്യയിലാകമാനമുള്ള വിപ്ലവ പ്രവർത്തകർക്ക് വലിയൊരു ആവേശമായിരുന്ന ഒന്നായിരുന്നു. ഇന്ത്യയിലാകമാനമുള്ള ബുദ്ധിജീവികൾക്ക്, വിപ്ലവ പ്രവർത്തകർക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നു എന്ന് പറഞ്ഞാൽ അവരെ വല്ലാതെ ആവേശം കൊള്ളിച്ച ഒന്നായിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ രൂപം കൊള്ളുന്നത് യഥാർത്ഥത്തിലൊരു വൈദേശിക സ്വാധീനത്തിൻ്റെ കൂടി ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിലൊക്കെ അത് പിന്നീട് വികസിച്ച് വരുന്നത്
ഈ എല്ലാം കൊണ്ടും പുറമേ നിന്നുള്ള ചില ആശയങ്ങളുടെ സ്വാധീനം കൊണ്ടാണ്. ഉദാഹരണത്തിന് ജർമ്മനിയിൽ ജനിച്ച മാർക്സാണ്, അദ്ദേഹത്തിൻ്റെ മാർക്സിയൻ സിദ്ധാന്തങ്ങളാണ് ഇവിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് ലെനിനിസം എന്ന് പറയുന്നത് ഈ റഷ്യയിലുള്ള ലെനിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വിപ്ലവങ്ങൾ, ഒക്ടോബർ വിപ്ലവം ഉൾപ്പെടെയുള്ള ഈ റഷ്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ, ലെനിനിൽ നിന്ന് ആരംഭിച്ച് സ്റ്റാലിനിലൂടെ വന്ന് സോവിയറ്റ് യൂണിയൻ ഒരു വലിയ ശക്തിയായിരുന്നൊരു കാലഘട്ടം. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകരുന്നു. ഇപ്പോൾ റഷ്യ എന്ന് പറയുന്ന രൂപത്തിൽ രാജ്യമായിട്ട് നിൽക്കുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന പലതും പിന്നീട് തകർന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പിന്നീട് തകർന്നു പോയി. എങ്കിലും ഈ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു, ലെനിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ അധികാരത്തിൽ വരുന്ന കാലത്ത് അത് ലോകത്തുണ്ടാക്കിയിട്ടുള്ളൊരു തരംഗം വളരെ വലുതായിരുന്നു. ഇതേ തരംഗം തന്നെയാണ് കാൾ മാർക്സും സ്വപ്നം കണ്ടിട്ടുള്ളത്. ഒന്ന്, ഈ ലോകത്തെമ്പാടുള്ള മുതലാളിത്തം തകർന്നു പോവുകയും ഈ ലോകത്തെല്ലായിടത്തും സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലവിൽ വരികയും ചെയ്യുമെന്ന് കാൾ മാർക്സിനെ പോലെയുള്ള ആളുകൾ, മാർക്സിനെ പോലെ എംഗൽസിനെ പോലെയുള്ള ആളുകളൊക്കെ സ്വപ്നം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതശൈലിയും ഒക്കെ അവർ സോഷ്യലിസ്റ്റ് ജീവിതശൈലിയിൽ അധിഷ്ഠിതമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ മാർക്സൊക്കെ വളരെ ലളിതമായ ജീവിതം നയിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 5-6 മക്കളുണ്ടായിരുന്ന ആ കുട്ടികളെപ്പോലും പലരെയും വേണ്ടത്ര ചികിത്സയൊന്നും കൊടുക്കാൻ കഴിയാതെയൊക്കെ മരിച്ചുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ദാരിദ്ര്യം ഒക്കെ അനുഭവിച്ചു. എന്തായാലും അദ്ദേഹം എഴുതിയിട്ടുള്ള മൂലധനം, ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകം ലോകപ്രസിദ്ധമാണ്. ലോകത്തിലുള്ള വിപ്ലവ പാർട്ടികൾക്കെല്ലാം വളരെ അവരെല്ലാം ഒരു വലിയ മാതൃകയായിട്ട് സ്വീകരിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ഈ എക്കണോമിക്സാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഉള്ള ഈ തൊഴിൽ വിഭജനം, അതിൽ തന്നെ വർഗരാഷ്ട്രീയം, തൊഴിലാളി വർഗം, മുതലാളി വർഗം എന്നിങ്ങനെ ലോകം രണ്ടായി നിൽക്കുകയും മുതലാളി വർഗത്തെ വലതുപക്ഷമായും തൊഴിലാളി വർഗത്തെ ഇടതുപക്ഷമായും ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രത്യേക മാർക്സിയൻ സൈദ്ധാന്തിക പരിസരം ഉണ്ട്. ഇത് ഇടതുപക്ഷം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ആശയം തന്നെ ഉണ്ടായി വരുന്നത് യഥാർത്ഥ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അപ്പം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അവിടെ രാജ്യത്ത് ഒരു സന്ധി ഉണ്ടായപ്പോൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ച് സന്ധി ഉണ്ടായപ്പോൾ പ്രഭുക്കന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ വലതുഭാഗത്തിരുത്തി അവരെ, ഈ വിപ്ലവകാരികളൊക്കെ ഇടതുഭാഗത്തിരുത്തി. അങ്ങനെയാണ് ഇടതുപക്ഷം എന്നുള്ളൊരു പേര് തന്നെ ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അത് ബൈബിളിലൊരു വലതുഭാഗത്തെ നല്ലതായി ഇടതുഭാഗത്തെ മോശമായി ചിത്രീകരിക്കുന്ന ചില, അല്ലെങ്കിൽ ഒന്ന് ശുഭകരവും മറ്റൊന്ന് അശുഭകരവും എന്ന രീതിയിൽ ആണ്. അപ്പോൾ അങ്ങനെ ഫ്രഞ്ചുകാർ ബോധപൂർവ്വം അങ്ങനെ ഇവരെ ഇടതുഭാഗത്ത് ഇരുത്തി എന്നൊക്കെ തരത്തിലുള്ള ചരിത്രപരമായ വായനകൾ പലതുമുണ്ട്. എന്തായാലും അങ്ങനെ വന്നിട്ടുള്ള, അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ഈ വർഗ സിദ്ധാന്തം, തൊഴിലാളി വർഗം, അതിൻ്റെ വിമോചനത്തിന് വേണ്ടി നടത്തേണ്ടുന്ന പ്രവർത്തനം. അപ്പോൾ അതിൻ്റെ വിമോചനത്തിന് വേണ്ടി നമ്മൾ അധികാരം പിടിക്കുക എന്നുള്ളത്, അധികാരം പിടിച്ചാൽ മാത്രമേ ഈ തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനായി പ്രവർത്തിക്കാൻ കഴിയൂ എന്നൊക്കെയുള്ള ആശയങ്ങൾ. അപ്പോൾ ഇങ്ങനെ പുറത്ത് നടന്നിട്ടുള്ള, ജർമ്മനിയിലായിക്കോട്ടെ, ജർമ്മനിയിൽ നിന്ന് ഉദയം ചെയ്ത് അങ്ങനെ പല, വിശേഷിച്ച് റഷ്യ, ക്യൂബ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്, അതുപോലെ ചൈന, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടായി വന്ന വലിയ വിപ്ലവാദർശങ്ങളെ മാതൃകയാക്കിക്കൊണ്ടാണ് ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും നിലവിൽ വരുന്നത്. കണ്ണൂരിലെ പാറപ്പുറത്ത് വെച്ചിട്ട് ആദ്യത്തെ സമ്മേളനം ചേരുന്നു. അതിനുശേഷം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി പിരിയുന്നത് വരെ ഇവർ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടർന്നു. അപ്പോൾ 57 ഇവിടെ ഭരണത്തിൽ വരുമ്പോഴൊക്കെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്ന് ഐയും എമ്മും വേറെ ഇല്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അന്ന് വിജയനും ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു അക്കാലത്ത്. പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി കുറെ കൂടി വിശാലമായ രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ മാറി കുറെ കൂടി വിശാലമായ ഒരു പശ്ചാത്തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറിച്ചു നട്ടു. എങ്കിലും 1957 EMSൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം കേരളത്തിൽ അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബകാര്യം എന്ന വണ്ണം
തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സംഭവമായിട്ടാണ് അതിനെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ അക്കാലത്ത് വിജയൻ തഞ്ചാവൂരിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യാം. അപ്പോൾ ഇവിടെ അധികാരം ഏറ്റെടുക്കുന്ന ആ ദിവസം 57 ഇവിടെ അധികാരം ഏറ്റെടുക്കുന്ന ആ ദിവസം അദ്ദേഹം അവിടെ കോളേജിൽ ഒരുപാട് പറഞ്ഞ് എൻ്റെ കുടുംബകാര്യത്തിന് പോകുന്നു എന്ന് പറഞ്ഞ് ലീവ് എടുത്ത് കേരളത്തിലേക്ക് വരിക ട്രെയിനിൽ. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഉള്ളിലുള്ള ഈ വിപ്ലവ ആശയം, തൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പലരോടും പറയണം എന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ട്രെയിനിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തൊരു സിഖുകാരനായിരുന്നു. ആ സിഖുകാരനോട് ഇദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ AKG അറിയില്ലേ? AKG എന്ന് പറഞ്ഞാൽ AK ഗോപാലൻ. AK ഗോപാലൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹം പാർലമെൻറ്റ് അംഗം ഒക്കെ ആയിരുന്നു. AK ഗോപാലനെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സർദാർജി കൈമൾ അദ്ദേഹം അറിയില്ല. EMS നമ്പൂതിരിപ്പാടിനെ അറിയില്ലേ? അറിയില്ല. എന്നാൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലൊരു ഭരണകൂടം ഞങ്ങളുടെ നാട്ടിൽ അധികാരത്തിൽ വരാൻ പോവാണ്, അത് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ ഈ സിഖുകാരൻ ഇതിലൊന്നും വലിയൊരു താല്പര്യം കാണിക്കാതെ അയാളുടെ തലപ്പാവ് അഴിച്ച് ഉറക്കത്തിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് അയാൾ ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ പോവുക. അയാളൊരു NCC ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അയാളോട് ഇത് പറയാൻ സാധിക്കാത്തതിൻ്റെ, ഞങ്ങളുടെ നേതാക്കളെന്ന് താങ്കൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അമർഷം വിജയൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം പറയാണ്, ഉറങ്ങൂ മൂഢാത്മാവേ ഉറങ്ങൂ, നിങ്ങൾ ഉറങ്ങിക്കോ, ഇത്രയും പ്രശസ്തരായ ആളുകളെന്ന് നിങ്ങൾ അറിയില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് പോവുകയും കേരളത്തിലേക്ക് പ്രവേശിക്കുകയും മീനാക്ഷിപുരം എന്ന് പറഞ്ഞ തമിഴ്നാട് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് കൊല്ലങ്കോട് അടുത്ത് തീവണ്ടി വരിക. അപ്പോൾ രാവിലെയാണ്, മഞ്ഞിൽ കുതിർന്ന പ്രഭാതം. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവരങ്ങനെ ആനന്ദിച്ച് വരികയാണ്. അപ്പോൾ ഒരു കേരളത്തിലേക്ക് കടന്നു എന്നുള്ളതിൻ്റെ സൂചന ആയിട്ട് അകലെ ഒരു കൊച്ചു കുടിലിൽ, ട്രെയിനിങ്ങനെ പോകുമ്പോൾ അകലെ ഒരു കൊച്ചു കുടിലിൽ ഒരു പുളിമരത്തിൻ്റെ മുകളിൽ ഒരു ചുവപ്പ് കൊടി ഇങ്ങനെ കാണുകയാണ്. അതാ ഒരു സിന്ദൂരപ്പൊട്ട് എന്ന് അദ്ദേഹം ആ കാഴ്ചയെ വിശേഷിപ്പിക്കുകയാണ്. ഈ സിന്ദൂരപ്പൊട്ടിനെ കുറിച്ച് പക്ഷെ അപ്പോൾ അദ്ദേഹം സിഖുകാരനോടുമായി പറഞ്ഞില്ല. പക്ഷെ എൻ്റെ നാടിതാ ഒരു സിന്ദൂരപ്പൊട്ടണിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിൽ കാണുകയാണ്. ആ സിന്ദൂരപ്പൊട്ട് വിപ്ലവത്തിൻ്റെ സിന്ദൂരപ്പൊട്ടാണ്. 57 ആദ്യമായിട്ടൊരു ഗവൺമെൻറ് രാജ്യത്ത് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരു സിന്ദൂരപ്പൊട്ടാണ്. അപ്പോൾ ആ ഒരു സിന്ദൂരപ്പൊട്ട് കാണുന്നു. ആ പുളിമരത്തിൽ അത് തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടയാളമായിട്ട് അതായിരിക്കുന്ന ഒരു ചെങ്കൊടി കാണുകയാണ്. അപ്പോൾ ആ കേരളത്തിലേക്ക് തഞ്ചാവൂരിൽ നിന്ന് വരുമ്പോൾ മീനാക്ഷിപുരം കഴിഞ്ഞ് കൊല്ലങ്കോട് എടുക്കാറായപ്പോൾ അവിടെ അദ്ദേഹം ആ പുളിമരത്തിൽ കെട്ടിയ കൊടിയിൽ കണ്ട ആ ചുവപ്പ്, അത് തന്നെയാണ് ഈ ആത്മകഥാപരമായ കുറിപ്പിൻ്റെ തലക്കെട്ടായി വന്നിട്ടുള്ള ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തുന്നു, ഉടുപ്പ് മാറ്റി വിശ്രമിക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും സമയം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് സുൽത്താൻപേട്ട്, പാലക്കാട് ഉള്ള ആളുകൾക്കറിയാം, പാലക്കാട് ടൗണിൽ ഇപ്പോഴും വളരെ ഒരു തിരക്കേറിയ സ്ഥലമാണ് സുൽത്താൻപേട്ട്. ആ സുൽത്താൻപേട്ടിൽ പോയി നിന്നിട്ട് അവിടെ തൻ്റെ സുഹൃത്തുക്കളെ സഖാക്കളൊക്കെ വരും. അപ്പോൾ റേഡിയോയിൽ പ്രക്ഷേപണം, തിരുവനന്തപുരത്ത് നിന്ന് EMSൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വിക്കുണ്ടല്ലോ, EMSൻ്റെ ശബ്ദത്തിന് വിക്കുണ്ട്, ആ വിക്കിയ ശബ്ദം ഇങ്ങനെ റേഡിയോയിലൂടെ കേൾക്കുകയാണ്. അപ്പോൾ ആ നമ്പൂതിരിപ്പാടിൻ്റെ സംപ്രേഷണം, അതിൽ ആ വരി ഇങ്ങനെയാണ് പറയുന്നത്: ശബ്ദം ക്ഷീണിച്ചിരുന്നു എന്ന് തോന്നി. ആ ക്ഷീണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷണ വികലത ഒന്നുകൂടി വർദ്ധിച്ചതുപോലെ അത് ഹൃദ്യവും വശ്യവുമായി സഹാനുഭൂതി പിടിച്ചെടുത്തു. ആ പ്രക്ഷേപണം എന്തെന്ന് എനിക്ക് ഇന്ന് ഓർമ്മയില്ല. ഒരു വാചകം മാത്രം മനസ്സിൽ തറഞ്ഞു നിൽക്കുന്നു: ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു ഭരണഘടനയ്ക്ക് കീഴിലാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്. വാക്കുകൾ കൃത്യമായി ഓർമ്മയില്ല, എന്നാൽ വാചകത്തിൻ്റെ സാരം ഇതുതന്നെ. അത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അന്ന്
ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു വിമർശനം ഉണ്ടായിരുന്നു. അവർ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ കണ്ടിരുന്നത് എന്നതിൻ്റെ ഒരു സൂചന ആണ് ഇവിടെ കാണുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണഘടന, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് ഭരണഘടനയിലാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യംഗ്യമായ സൂചന ഇവിടെ EMSൻ്റെ വാക്കുകളുണ്ടെന്ന് ഇവിടെ വിജയൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഭരണഘടനയ്ക്ക് കീഴിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭരണഘടനയ്ക്ക് കീഴിലാണ് എന്നുള്ള EMSൻ്റെ വാചകം ഓർക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിലൂടെ ഒരു പ്രകടനം, ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ളൊരു പ്രകടനം, ഒരു രാഷ്ട്രീയ പ്രകടനം ആ വഴിയിലൂടെ സുൽത്താൻപേട്ടിലൂടെ കടന്നു പോവുകയും ആ ദൃശ്യം കണ്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം. അതിനും ശേഷം ഈ സംഭവങ്ങളെല്ലാം നടന്ന് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം, ഇപ്പം 57 എന്ന് പറഞ്ഞാൽ 87 ശേഷം, 57 കഴിഞ്ഞാൽ 67, 77, 87, 3 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 30 കൊല്ലം. 30 കൊല്ലത്തിന് ശേഷം ഈ സംഭവങ്ങളെല്ലാം നടന്ന് 30 കൊല്ലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ 1987 ശേഷം വിജയൻ ഈ ചരിത്രത്തെ ഇങ്ങനെ നോക്കുകയാണ്. നടന്ന സംഭവങ്ങൾ, ഇവിടെ ഇങ്ങനെ ഒരു ഗവൺമെൻറ് വന്നിട്ട് എന്തെല്ലാം ഉണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെല്ലാം പരിണാമങ്ങൾ സംഭവിച്ചു, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ശക്തമായ കമ്മ്യൂണിസ്റ്റ് വിമർശനം ആണ് ഇവിടെ ഈ ലേഖനത്തിലൂടെ വിജയൻ നിർവഹിക്കുന്നത്. അതുമാണ് ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് എന്നതിൻ്റെ തലക്കെട്ട് കൊടുക്കാനും കാരണം. ഒരു കാലത്ത് തങ്ങളെയൊക്കെ വിപ്ലവാവേശത്തിൽ ആഴ്ത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാഹ്യ ആഭ്യന്തര പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയത്തിൻ്റെ ബാഹ്യ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ, എന്തുകൊണ്ടാണ് അതിന് ശോഷണം പലയിടങ്ങളിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം വളരെ വിമർശന ബുദ്ധിയോടുകൂടി, വളരെ അക്കാഡമിക്കായിട്ടുള്ള വിമർശനത്വം, അത് വെറുതെ അങ്ങ് അത് മോശം നല്ലത് എന്ന് വിമർശിക്കുകയല്ല വിജയൻ ചെയ്യുന്നത്. അതിനെയൊക്കെ വളരെ വസ്തുതാപരമായി ചൈനയിലെയും റഷ്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളവയെ നിരീക്ഷിച്ചുകൊണ്ട് വിലയിരുത്തുകയാണ് ഇവിടെ വിജയൻ ഈ പുസ്തകത്തിൽ, ഈ ആത്മകഥാപരമായിട്ടുള്ള ഈ കുറിപ്പിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ശരിക്കും ഫൗണ്ടേഷൻ സ്റ്റോണെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ആരാണ് വിജയൻ, വിജയൻ്റെ കൃതികളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ, കഥകളുടെ, അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളുടെ സ്വഭാവം എന്താണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, എഴുത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു, അദ്ദേഹം ആരാണ്, അതിനുശേഷം എന്താണ് സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ഈ ആത്മകഥാകുറിപ്പിൻ്റെ സ്വഭാവം, എന്താണ് ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ഇതെവിടെ വെച്ചാൽ നടക്കുന്നത്, എന്താണ് അതിൻ്റെ പശ്ചാത്തലം, അപ്പോൾ അദ്ദേഹം തഞ്ചാവൂരിൽ നിന്ന് വരുന്നതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന കാര്യവും ഒക്കെ അതിൻ്റെ എല്ലാ ഫൗണ്ടേഷനും ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് അദ്ദേഹം ഇതിനെപ്പറ്റി ചൈനയെയും റഷ്യയെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത ഭാഗത്തിലൂടെ, അടുത്ത ക്ലാസ്സിൽ നമ്മളത് അടുത്ത ഭാഗങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വിശദമായി പ്രതിപാദിക്കും. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാവുന്നതാണ്. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.